അസപ്പടി കേസിൽ മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ചെലവുകളും ഫണ്ടുകളും ഇഡി പരിശോധിക്കുകയാണ്. പരസ്യ കമ്പനിക്ക് പുറമെ മറ്റ് സ്ഥാപനങ്ങളുടെ പേരിലും പണം കൈമാറ്റം നടന്നിട്ടുണ്ടോ എന്നാണ് ഇഡി അന്വേഷിക്കുന്നത്. വീണ വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും കൂടുതൽ സുഹൃത്തുക്കളിലേക്കും അന്വേഷണം നീളുന്നു. നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലടക്കം റെയ്ഡ് നടത്തിയിരുന്നു ഇഡി. പക്ഷെ അതുകൊണ്ടും അവിടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് അടക്കം പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ഒരുപാട് ഗുരുതരമായി മാറുന്നു എന്നുള്ളതാണ് അല്ലേ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇഡിയുടെ നീക്കങ്ങൾ എങ്ങനെയാണ് നിഷ? അശ്വതി, രാഖി, ഗുഡ് മോർണിംഗ്. ഈ വീണയ്ക്ക് മേൽ കുരുക്ക് ഒന്നൊന്നായി മുറുക്കുകയാണ് ഇ ഡി. എന്തായാലും വീണയുടെ അക്കൗണ്ടിൽ നിന്നും ഏതൊക്കെ അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വീണ ആർക്കൊക്കെ പണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നീ കാര്യങ്ങളാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. അങ്ങനെ ഒരു വിശാലമായ അന്വേഷണത്തിലേക്ക് ഇ ഡി കടക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2021 മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി സോളസ് എന്ന ഒരു പരസ്യ കമ്പനിക്ക് വീണ പണം നൽകിയിരുന്നു. ഈ രീതിയിൽ മറ്റേതെങ്കിലും കമ്പനികൾക്കോ സ്ഥാപനങ്ങൾക്കോ വീണ ഈ തെരഞ്ഞെടുപ്പ് ചെലവുകൾ എന്നുള്ള പേരിൽ പണം നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നുള്ള കാര്യമാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. പിന്നെ ഈ വീണയുടെ സുഹൃത്തുക്കളെയും മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായി അന്വേഷണം നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വലിയ റെയ്ഡുകൾ ഉണ്ടായിരുന്നു. അതായത് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അവരുടെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വീടുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ റെയ്ഡുകൾ ഉണ്ടായിരുന്നു. ഈ റെയ്ഡിൽ പല ഈ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള വിപുലമായ അന്വേഷണവുമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ വീണ ഈ എക്സാലോജിക് സൊല്യൂഷൻസിന് CMRൽ നിന്ന് കിട്ടിയ തുകയേക്കാൾ കൂടുതൽ, അതായത് വീണയുടെ വരവിൽ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. പലരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ പണം പോയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ സ്രോതസ് തേടിയുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇ ഡി കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുകളിലും ഇതിനു മുൻപ് നടത്തിയ അന്വേഷണങ്ങളിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇ ഡിക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൻ്റെ തുടർച്ചയായി പല റെയ്ഡുകൾ ഇനിയും ഉണ്ടാകും. ഒപ്പം ഈ റെയ്ഡുകളിൽ പല ഡിജിറ്റൽ ഡിവൈസുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈബർ ഫോറൻസിക് പരിശോധനകളും ഉടൻ തന്നെ പൂർത്തിയാകും. എന്തായാലും നമുക്കറിയാം, ഈ മാസപ്പടി ഇടപാടിൽ ഹവാല ഇടപാടുകൾ അടക്കം തെളിഞ്ഞിട്ടുണ്ട്. ഈ വീണയിൽ നിന്ന് പിടിച്ചെടുത്ത ചുവന്ന ഡയറിയുടെ ആദ്യ പേജുകളിൽ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഇതിൽ 20 കോടി രൂപയുടെ ഇടപാടുകൾ വീണ നടത്തിയതായും വ്യക്തമായിട്ടുണ്ട്. എന്നാൽ തന്നെ ഇതിൽ 85 കോടി രൂപയുടെ പണം ഹവാല ഇടപാടുകൾ വഴി വിദേശ രാജ്യങ്ങളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു വ്യക്തിയുടെ പേരിലെടുത്ത സിം കാർഡുകൾ ഉപയോഗിച്ച് വൈഫൈ പ്രവർത്തിപ്പിച്ച് വീണ ഇന്റർനാഷണൽ കോളുകൾ വിളിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ വലിയ ദുരൂഹത ഉണ്ട്. എന്തായാലും വിപുലമായ അന്വേഷണത്തിലേക്ക് ഇ ഡി കടക്കുകയാണ്. വീണയുടെയും ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെയും അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും ഇവർ പണം കൈമാറിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുമാണ് ഇ ഡിയുടെ പ്രധാന അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്.